കുരിശുപാറയിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന കോട്ടപ്പാറ കുരിശുപാറ റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം. 150 മീറ്ററോളം ഭാഗം കുണ്ടും കുഴിയും കല്ലുമായി തകർന്നു കിടക്കുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് പരാതി. കുരിശുപാറയിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തുവാൻ സാധിക്കുന്ന റോഡാണ് കോട്ടപ്പാറ കുരിശുപാറ റോഡ്. ഈ റോഡിൽ 150 മീറ്ററോളം ഭാഗമാണ് കുണ്ടും കുഴിയും കല്ലുമായി തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് ഇതുവഴി നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇവ കൂടാതെ ഇതുവഴിയുള്ള വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും പ്രദേശവാസികൾക്കും റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് പരാതി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി സാഹസികമായി പോകേണ്ട സ്ഥിതിയാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും ഇവ കാരണമാകുന്നു. ഈ റോഡിലൂടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആവശ്യം. ഒരു 150 മീറ്റർ മിച്ചം കാണും ഇനി റോഡ് നന്നാക്കാനായിട്ട്. ആ റോഡും കൂടി നന്നാക്കിയാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റിന് അവിടെ ടവർ സ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട MLA വന്ന് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദേശ സഞ്ചാരികളൊക്കെ എല്ലാം വരാനും പോകാനും ഒക്കെ സൗകര്യമുള്ള റോഡാണ് ഈ റോഡ്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഇടപെട്ട് ആ റോഡിൻ്റെ ബാക്കി ഭാഗം കൂടി പൂർത്തിയാക്കി തരുവാണെങ്കിൽ ഈ പ്രദേശത്തെ നാട്ടിലെ ആളുകൾക്ക് അത് വളരെ ഉപകാരമായിരിക്കും. വിനോദസഞ്ചാരികൾക്ക് ഉപകാരമായിരിക്കും. കൃഷിക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അതിൻ്റേതായ ഗുണമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ വാർത്ത കാണുകയും അത് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് ആ വഴിയൊന്ന് നന്നാക്കി തരുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യാത്ര സുഗമമാക്കുവാനും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.